ഗമനിധ ധനിസാ ധനിരീ സസാ ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ. കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി.
നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം കൈകൊടന്ന നിറയെ തിരുമധുരം തരും. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അബി എന്തോ ചക്കരേ സുഖാണോ? സുഖം. നമ്മളിവിടെ എപ്പോഴും പറയാറുണ്ട് എപ്പ വേണോ മാറി മറിയാന്ന് പറയുന്നതിന്റെ ഇവൻ എന്ത് കാണിച്ചിട്ട് അതെല്ലാം ഞാൻ മറന്നുപോയി. പക്ഷെ അവന്റെ കങ്കുവാ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും അതാണ്. അതിന്റെ ഒരു ആക്ഷൻ കാണിക്കും ഇവിടെ. അബി പറ, അബിയുടെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. സുഖമായിട്ട് പോകുന്നു. പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം ഒരുപാട് പരിപാടികളും കിട്ടി. പിന്നെ ഒത്തിരി പേര് തിരിച്ചറിയാൻ തുടങ്ങി. അച്ചു ചേച്ചി അച്ഛനും നമ്മൾ സൈഡില് ഞാൻ ഉണ്ടായിരുന്നു. അച്ചാടാ പറ, എങ്ങനെ ഉണ്ടായി ഈ റൗണ്ട്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവൻ എനിക്ക് കൊറേ പറഞ്ഞു തന്നു. അബി അല്ല, അവൻ നന്നായി സപ്പോർട്ട് ചെയ്തു തന്നെ. ചേച്ചി കിട്ടുമ്പോ കറക്റ്റാ കിട്ടും, ടെൻഷൻ അടിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓക്കെ ഷാനിക്ക, രണ്ടുപേരും കലക്കി. താങ്ക് യു സാർ. നമ്മുടെ ജൂനിയർ സീസണിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഒരാൾ ഇവിടെ വന്നിട്ട് തെളിയിച്ചു. ഒന്നാമത് ഈ റൗണ്ട് തന്നെ വൻ റൗണ്ട് ആയിപ്പോയി. അതായത് ചില ഘട്ടങ്ങളിൽ സീനിയേഴ്സിനെ പോലും ജൂനിയേഴ്സ് വെല്ലുന്നു എന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് പറയാം. അച്ഛൻ്റെ വോയിസിന് ഇന്ന് സ്ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം എന്തോ എവിടേക്കോ ഒരു വോയിസിന് ഒരു ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്തു അച്ചു. പ്രത്യേകിച്ച് ആദ്യത്തെ ഹമ്മിങ് ഉണ്ടല്ലോ, അത് ആ ഹമ്മിങ്ങിനൊന്നും ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹമ്മിങ്, ഏറ്റവും മെയിൻ ആ വരുമോ വസന്തത്തിന്റെ ആ പ്ലാൻ ഡ്രോപ്പ്, അതിന് അത് കറക്റ്റ്. അഭിനവ് പാടുമ്പോൾ അത് കൃത്യമായിട്ട് ലോക്കിൽ വീഴുന്നുണ്ട്. അച്ചു പാടുമ്പോൾ നോട്ട്സ് ടച്ച് ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സംഭവം. അത് ടച്ച് ചെയ്യുന്നില്ല, അതിങ്ങനെ ഒഴുകി അങ്ങനെ വീഴുന്നുണ്ട്. സംഭവം ഉദ്ദേശം നടക്കുന്നുണ്ട്, പക്ഷെ അത് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ചരണത്തിൽ ഉൾപ്പൂവിലെ മോളാവുന്ന പാടിയ രണ്ടാമത്തെ ഉൾപ്പൂവിലെ അത് അതിന് പിന്നെ അനുപല്ലവിയില് ആ ഒരു പോർഷൻ അഭിനവല്ലേ, അത് കൃത്യമായിട്ട് വീണു. മോളുടെ ഉൾപ്പൂവിലെ എന്തോ അതാ ഞാൻ പറഞ്ഞു, എന്തോ ഒരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്തു അച്ചു. അഗൈൻ വരുമോ വസന്തം, അത് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ അച്ചു. അത്രേ ഉള്ളൂ. കലക്കി. എടാ, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷടാ. താങ്ക് യു സാർ. കാരണം കുറെ ചിരിക്കുന്ന മൊമെന്റ്സ് തന്നിട്ടാണ് നീ ഇവിടുന്ന് പോയത്. അതായത് ഇപ്പോഴും നമ്മളത് ഓർത്തിരിക്കണമെങ്കിൽ നീ അതുപോലത്തെ ഒരു ഇമ്പാക്ട് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടാ പോയത് അഭിനവ്. താങ്ക് യു സാർ. നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ കേട്ടോ. ഇനി നല്ല പാട്ടുകൾ പാടാം, അടിച്ചു പൊളിക്കാം. ഓക്കെ സാർ, താങ്ക് യു. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ശരത് സാർ, എടാ കങ്കുവാ, എന്തോ സാർ, എന്തുവാ അസാധ്യയുടെ പാടി മോനെ നീ. താങ്ക് യു സാർ. ഉഗ്രായിട്ട് പാടി. നല്ല ഒരു ഗുമ്മുള്ള ശബ്ദവും മോനെ നന്നായിട്ട് പാടി കേട്ടോ. നിനക്ക് ഇന്നൊരു ഒരു പ്രത്യേകിച്ച് ഈ വരുമോ വസന്തമാണ് അച്ഛനൊരു ആപ്പായി നിന്നത്. ആപ്പിക്ക് കസം അതൊന്ന് ശരിയാക്കണ്ടേ. കാര്യം ഇവനും ഇന്ന് കീറി പാടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അതാണ് വിഷമായത്. നമ്മുടെ അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പീക്കറി ചെക്കൻ വന്നിട്ട് കീറോട് കീറും. അതെങ്ങനെ നമ്മൾ സഹിക്കും? അവൻ നമ്മുടെ ചെക്കനാണെങ്കിൽ, അവനാണെങ്കിൽ ഒരു സ്നേഹവും ഇല്ല. എന്നാൽ നിനക്ക് തെറ്റിക്കുമ്പോൾ അവന് വേണേ ഒന്ന് തെറ്റിക്കാം. വരുമാ വസന്തം എന്ന് പാടാം. അവൻ ചെയ്യുന്നതുമില്ല. അവൻ കൂടുതൽ പെർഫെക്റ്റ് ആക്കി കുറേയും കൂടെ അങ്ങ് നന്നാക്കി. അവന് കിട്ടിയ അവസരം അവൻ വെറുതെ കളയോ? അതോ അവൻ കാത്തിരിക്കോ ഈ അവസരത്തിന് വേണ്ടിട്ട്? അവൻ ഈ പാട്ട് മുഴുവൻ വസന്തം വരണേന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അച്ചു കുഞ്ഞെ, എനിക്ക് അതാണ് മോളെ തോന്നിയത്. ഈ വരുമോ അത് നമുക്കൊന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പാടിയാലോ. ഇപ്പോഴും അതിനൊരു തെളിച്ചമില്ലടാ. ഇതുപോലെ വരണം വസന്തം. ചരണത്തില് ഈ ഉൾപ്പൂവിലെ
അതൊന്ന് പാടാമോ? ഉൾപ്പൂവിലേ ആ ഉൾപ്പൂവിലേ, അങ്ങനെ അത്ര വടി പോലെ പിടിക്കണോ അത്? വിലേ ഒന്ന് സോഫ്റ്റ് ആക്കും. ഉൾപ്പൂവിലേ. ആ അതുപോലെ മിഴിനീർ, അതൊന്ന് പാടാമോ? മിഴിനീർ കൂടം. മിഴിനീർ കൂടം മുടഞ്ഞൊഴുകി വീഴും. അതൊക്കെ ഒരു ജീവൻ വേണം അവിടെ. ഒഴുകി വീഴും എന്ന് പറഞ്ഞതിനൊക്കെ അതിനൊരു ഒരു സുഖത്തിന്റെ എലിമെന്റും കൂടെ വേണം. അതല്ലെങ്കിൽ വെറും ഒരു ബൃഹായിട്ട് നിൽക്കും കേട്ടോ. കങ്കുവേ, ഐ ലവ് യുടാ. ലവ് യു ടു സാർ. ലവ് യു മുത്തേ. Love you too, sir. താങ്ക് യു സർ. MT സർ. കങ്കു ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നല്ല ഒരു വലിയൊരു ഗാംഭീര്യമുള്ള ശബ്ദം, നന്നായിട്ട് പാടി കേട്ടോ. അച്ചു Sir. അച്ചു നന്നായിട്ട് പാടി. കാരണം ഈ സംഗതി, കാരണം താഴേന്ന് കയറി വരുമ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇല്ലയോ, കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു 10 പാട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ പാട്ടാണ്. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് വേളയിൽ ഞാനുണ്ടായിരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് നമ്മുടെ രഞ്ജിത്താണ്, ഡയറക്ടർ രഞ്ജിത്തായിരുന്നു അന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. പിന്നെ അതുപോലെ ഡയറക്റ്റ് ചെയ്ത സിബി മലയിലാണ്. ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ കോരിത്തരിച്ചു പോയി. ഇതിന്റെ BGMs ചെയ്തിരിക്കുന്നത് രാജാമണി ഏട്ടനാണ്. ഇത് രണ്ടുപേരും ഇല്ല. രഘുചേട്ടന്റെ പാട്ടാണല്ലോ പൊന്നുവീണയൊക്കെ ഞാൻ പാടിയത്. അത് രഘുചേട്ടനും രാജാമണിയും കൂടെ ചേർന്ന് ചെയ്ത പടമാണ്. അതും പാടി. അതുപോലെ തന്നെ സോളോസ് രഘുചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. രാജാമണി ചേട്ടന്റെ കണ്ടമാനം പാട്ട്, കാരണം മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ അതുപോലത്തെ കണ്ടമാനം പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം രാജാമണി ഏട്ടനായിരുന്നു ഇതിന്റെ BGM. ഇതിന്റെ 3rd BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു രക്ഷയില്ല. എന്റെ ജീവൻ എപ്പോ കേട്ട് കഴിഞ്ഞാലും ഞാൻ ഇടാ മിണ്ടായിരിക്കണ രോമം കുറച്ചേ ഉള്ളൂ എന്നാലും ഞാൻ പറഞ്ഞ എടാ മിണ്ടായിരിക്കടാന്ന് പറഞ്ഞാലും എണ്ണിക്കും. അപ്പൊ എന്തായാലും മോടെ കാര്യം എല്ലാം പറഞ്ഞല്ലോ. കാരണം ആ വരുമോ വസന്തം അതിന് ക്ലാരിറ്റി വേണമായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കുറച്ചുകൂടെ ഓപ്പൺനെസ് ആയിട്ട് പാടാം ഇത്. കാരണം ജാനകിയമ്മയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രോ ആയിട്ട് വന്നിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ദാസായിട്ട് ഇങ്ങനെ മല പോലെ ഞാൻ നിൽക്കുക. ആ തിയേറ്ററിൽ ഒന്ന് കേൾക്കണം. അപ്പോഴാണ് ആ ഒറിജിനൽ വയലിൻസും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം. അപ്പൊ ഒന്നുകൂടെ പവർഫുൾ ആയിട്ട് പാടിയിരുന്നത് നന്നായിരുന്നു. പക്ഷെ മോശമല്ല, നന്നായിട്ട് പാടി കേട്ടോ. എന്തായാലും എനിക്ക് ആ 3rd BGM നമ്മുടെ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒന്ന് വായിച്ച് കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. മെലഡി രക്ഷയില്ല. സൂപ്പർ. ആ ഒരു കാലം, ആ ഒരു കാലഘട്ടം പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തി. താങ്ക് യു അച്ചു, താങ്ക് യു. ചേച്ചി കങ്കുവാ എന്തോ മാം. പൊളിച്ചു. താങ്ക് യു മാം. സൂപ്പർ. താങ്ക് യു. നന്നായി പാടി. നല്ല വോയിസ് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. മനോഹരമായിരുന്നു ശരിക്കും. നല്ല ഈ ഒരു കത്തി പോലെ കീറി മുറിക്കാന്നൊക്കെ പറയില്ലേ, അതോ അത്ര ഷാർപ്പ് വോയിസ്. ഉഗ്രൻ. സൂപ്പർ സിംഗിങ്. അച്ചു നന്നായിട്ട് തന്നെ പാടി. അച്ചുവിന്റെ വോയിസ് കേൾക്കാനും നല്ല രസമുണ്ട്. ഈ പറഞ്ഞ ക്രാക്കൊന്നും നമുക്ക് തോന്നിയില്ല. പക്ഷെ അത് അച്ചുവിന്റെ ഡിസ്റ്റർബൻസ് ആയിരിക്കും, ചെവിയിൽ വന്ന ഡിസ്റ്റർബൻസ് ആയിരിക്കും. അല്ലാതെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഇപ്പൊ സാർ പറഞ്ഞ പോലെ ആ ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടെ ആവാമായിരുന്നു മോൾക്ക് ഈ പാട്ടിലെന്ന് തോന്നി. കാരണം ഇത് ഒരു ഹൈ സ്കെയിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അലയടിക്കുന്ന പോലെ എവിടെയെങ്കിലും തെറ്റുമോ എന്നുള്ളൊരു ഒരു ഭീതി എവിടെയോ ഉള്ളിലുള്ളത് പോലെ എനിക്ക് തോന്നി. കാരണം ചില ഭാഗങ്ങൾ ഇപ്പൊ ഷാനും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ പോർഷൻസ് കിളിപ്പാട്ടുമായി ഇടറുന്നു, വഴിയിലൂടെ,
ഒക്കെ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പം സാർ പറഞ്ഞ പോലെ ജാനകി അമ്മയുടെ ആ ഒരു സ്ട്രോങ് വോയിസ് നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് അത് ആ ബലത്തിൽ നിൽക്കുകയാണ്. അപ്പം അതിനോട് കുറച്ചുകൂടി മോളുടെ ഒരു വോയിസിന്റെ ഒരു പ്രസൻസ് വന്നിരുന്നെങ്കിൽ അതെനിക്ക് തോന്നുന്നു കൂടുതലും ആ കോൺഫിഡൻസിന്റെ ഭാഗമായിരിക്കാം. അപ്പം മോള് കുറച്ചുകൂടി ഒന്ന് ഇതിന്റെ മേലെ വർക്ക് ചെയ്യണം. നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു വോയിസ് തന്നെ ഒരു പുതിയ വോയിസ് ആണ് മോളുടെ. അപ്പം അത് നല്ല സ്കോപ്പുള്ളൊരു വോയിസാണ്. ശക്തി കുറച്ചുകൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ആ സംഗതികൾക്കും എല്ലാം ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അല്ലാതെ സുന്ദരിയായിട്ടുണ്ട് രണ്ടുപേരും, കങ്കുവയും അച്ചുവയും. ഗോഡ് ബ്ലെസ് യുടാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ അബി, ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്താ. ഓക്കെ. വാഴപ്പഴ തോലുരിച്ച് പാനയില ഊര വച്ച് വാനലിയിൽ ராப்பகலா காச்சிங்க வச்சிருக்கு பார்த்தாலே தண்ணி வரும் பாக்குறவ நாக்குலதான் பாலாட்டம் ஐயோ தேனாட்டம் ஐயோ வாட வரும் முக்குலதான் நம்ம சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்முன்னு ஏறுது கிக்கு எனக்கு. நம்ம சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்முன்னு ஏறுது கிக்கு எனக்கு. நான் விட்டறிஞ்ச சல்லிய அட ஊத்துக்கிட்ட மில்லிய, நான் விட்டறிஞ்ச சல்லிய ஊத்துக்கிட்ட மில்லிய, குதிரை மேல ஏறி போய் வாங்க போறது நம்ம சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்முன்னு ஏறுது கிக்கு எனக்கு. സൂപ്പർ അബി എന്താലേ സൂപ്പർ. ആ സ്റ്റേജ് ഫിയർ ഒക്കെ മാറി ആറ്റിറ്റ്യൂഡ് അങ്ങ് പാടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റേജ് ഫിയർ കഴിഞ്ഞ സീസണിൽ തന്നെ അങ്ങ് പോയല്ലോ. എന്തായാലും എന്റെ ഒരു ആഗ്രഹം ആ ശബ്ദം ഒന്ന് ഇവനെ കാണുമ്പോ നമ്മക്കാ പേടി. ആ ആടിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഒരു കൊതി. സാരായം കുടിച്ചാക്കാ നമ്മ സംഗീതം തേനാ വരൂ. സാരായം കുടിച്ചാക്കാ സംഗീതം തേനാ വരൂ. സംഗീതം തേനാ വന്നാ കൂടെ ഇംഗീതം താനാ വരൂ. അടുത്ത സൂപ്പർ അതിന് മുമ്പുള്ള സംഗതിയും പാട്ട് എനിക്ക് വയ്യാന്നൊക്കെ. ഓക്കെ, അപ്പോ ഹിഡൻ മാർക്കാണ്. ശരി ചേച്ചി, എം ജി സാർ, ഓക്കെ ശരത് സാർ, ഓക്കെ ഷാനിക്ക, ഓക്കെ. എത്ര മാർക്കാന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു അബി. താങ്ക് യു, ബൈ. താങ്ക് യു. ഇടയ്ക്ക് വരണം കേട്ടോ. ഇനി അടുത്ത സീസണിലൊക്കെ വരണം കേട്ടോ. വരും. ശരി. ടാറ്റ.